വാർത്തയിലേക്ക്. കർണാടക കേരള പോര് വീണ്ടും. കേരള നിയമസഭ പാസാക്കിയ മലയാള ഭാഷാ ബില്ലിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തി. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതാണ് മലയാള ഭാഷാ ബില്ലെന്നാണ് കർണാടകയുടെ ആരോപണം. സമാന ആവശ്യവുമായി കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്നുള്ള സംഘടനകൾ കേരള ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം മലയാള ഭാഷാ സംരക്ഷണത്തിനായി നിയമത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഈ സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, കർണാടക കേരള പോര് പല വിഷയങ്ങളും ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഭാഷാപരമായ ഒരു പ്രശ്നമാണ്. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇത് വലിയ ഗുരുതരമായ ഒരു തർക്കത്തിലേക്ക് പോകുമെന്നതാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ. ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, ഒപ്പം തന്നെ അവിടുത്തെ സംഘടനകളുടെ സമ്മർദ്ദവുമുണ്ട്. അതായത് സംസ്ഥാനം പാസാക്കിയ ഒരു വലിയ പ്രോജക്റ്റായിരുന്നു മലയാള ഭാഷാ ബില്ല്. കഴിഞ്ഞ നിയമസഭാ സെഷനിലാണ് ഈ ഒരു ബില്ല് പാസാക്കിയത്. മലയാള ഭാഷയുടെ സംരക്ഷണവും പ്രചരണവുമാണ് കേരളം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിൽ പ്രധാനമായി നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രൈമറി തലം മുതൽ മലയാള ഭാഷ ഒന്നാം ഭാഷയാക്കിക്കൊണ്ടുള്ള ഒരു നിർബന്ധിത നിയമം കൂടിയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ പ്രകാരം കേരളത്തിൻ്റെ ഭാഷാ ന്യൂനപക്ഷങ്ങളുള്ള കർണാടക, തമിഴ്നാട് അതിർത്തി മേഖലകളിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നതാണ് പ്രധാനമായും ഉണ്ടാകുന്ന ഒരു ആരോപണം. ഇതിൽ ഇപ്പോൾ കർണാടക സർക്കാർ ഉന്നയിക്കുന്ന ആക്ഷേപം ഇങ്ങനെയാണ്: ഇത് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം മേലുള്ള ലംഘനമാണ് സംഭവിക്കുന്ന കാര്യം. കാരണം ഇതിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ വിദ്യാഭ്യാസം നടത്തുന്നതിനും സംസാരിക്കുന്നതിനും ഭരണഘടന തന്നെ അനുമതി നൽകുന്നുണ്ട്. അതിൻ്റെ ലംഘനമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കേരളം ഈ മലയാള ഭാഷാ ബില്ല് പിൻവലിക്കണമെന്ന ആവശ്യമാണ് കർണാടക സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് സിദ്ധരാമയ്യ ഔദ്യോഗികമായി തന്നെ ഈ ആവശ്യം ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ ബോർഡർ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ പ്രതിനിധികൾ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കാസർഗോഡ് വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഗവർണർക്ക് മേലും സമ്മർദ്ദം ഉയർത്തുകയാണ്. കാരണം ഗവർണർ ഈ ബില്ലിൽ ഒപ്പിടരുത്, നിയമസഭ പാസാക്കിയ ബില്ല് ഇപ്പോൾ ഗവർണറുടെ പരിഗണനയിലാണ്, ഈ ബില്ലിൽ ഒപ്പിടരുത് എന്ന വാദമാണിപ്പോൾ കർണാടക സർക്കാർ ഉന്നയിക്കുന്നത്. ഈ വാദം ഒരേ സമയം സംസ്ഥാനത്ത് കേരള സർക്കാരിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമായും അതേസമയം ഗവർണർക്ക് മേലും മറ്റൊരു സമ്മർദ്ദമായി കൂടി ചെലുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നീക്കം ഉണ്ടാവുന്നത് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. അതേസമയം കേരളത്തിൻ്റെ ഈ നിലപാട് ശ്രദ്ധേയമാണ്. കേരളം പറയുന്നത് ഇത് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശമേൽ ഒരു ലംഘനവും നടത്തുന്നതല്ല ഈ നിയമം. കേരളം ഈ നിയമം പുറപ്പെടുവിക്കുന്നതിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. മലയാള ഭാഷയുടെ സംരക്ഷണമാണ് ലക്ഷ്യം. തമിഴ്നാടും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവരുടെ ഭാഷ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമാനമായ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ നിയമത്തിൽ മറ്റൊരു ചട്ടലംഘനവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അത്തരം മീഡിയം സ്കൂളുകളിൽ പ്രത്യേക ഇളവ് അനുവദിക്കുന്ന കാര്യവും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതുകൂടി സർക്കാർ വാദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ തർക്കമായി തന്നെ തുടരുന്നു എന്നതാണ് സാഹചര്യം. ഇനി ഇതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, ഈ കർണാടക സർക്കാരിൻ്റെ ബുൾഡോസർ രാജ് എന്ന് ആരോപിച്ചുകൊണ്ട് അടുത്തിടെ കേരള സർക്കാർ ബംഗളൂരുവിലെ ചില ഒഴിപ്പിക്കൽ നടപടികൾക്കെതിരെ അതിശക്തമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ ചൊല്ലി മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തമ്മിലുള്ള വാക്പോരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊടുന്നനെ ഇത്തരമൊരു സമ്മർദ്ദ നീക്കം കർണാടക സർക്കാരിൽ നിന്നും കൂടി ഉണ്ടാവുന്നത് എന്നാണ് സാഹചര്യം. അതായത് ബുൾഡോസർ രാജു ചർച്ചയാക്കിയ കേരളത്തിന് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ വിഷയം ഉൾപ്പെടുത്തി അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള മറുപടിയാണിപ്പോൾ കർണാടക നൽകുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ തർക്കത്തിൽ നിർണായകമാവുക കേരള ഗവർണറുടെ നിലപാടാണ്. ഗവർണർ ബില്ലിന് അംഗീകാരം നൽകുമോ, അതല്ലെങ്കിൽ കന്നഡിഗരുടെ അവകാശ സംരക്ഷണം എന്ന വാദം ഉയർത്തിക്കാട്ടി ഗവർണർ തീരുമാനം നീട്ടിവെക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയ കർണാടക സർക്കാർ പ്രതിനിധികൾക്ക് ഇക്കാര്യങ്ങൾ അവരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും തൻ്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന ഉറപ്പാണ് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ പങ്കുവച്ചത്. അതോടുകൂടി ഇനി തീരുമാനം ഗവർണറുടെ കോർട്ടിലാണ് എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ പൊതുവിൽ അംഗീകരിക്കപ്പെടും, വേഗത്തിൽ ഒപ്പിടുമെന്ന് കരുതപ്പെട്ട ഒരു ബില്ലിന്മേൽ മറ്റൊരു വിവാദം കൂടി ഉയരുന്നു എന്നതാണ് സാഹചര്യം. എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇരു സംസ്ഥാനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മറ്റൊരു വിഷയം കൂടിയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.